ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം പാലായിൽ പുതിയതായി പ്രവർത്തനം തുടങ്ങുന്ന ഒരു കിടിലൻ സംരംഭം കേട്ടോ. അതായത് നമ്മുടെ പാലാ രൂപത നേതൃത്വം വഹിച്ച് തുടങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ്. കാർഷിക മേഖലയിലെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പാലാ രൂപത മുന്നോട്ട് വെച്ച ഒരു പുതിയ പ്രസ്ഥാനം. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സ്മാരകമായി ഇന്ന് പാലായിൽ പ്രവർത്തനം കുറിക്കുന്ന പാലാ സാന്തോം ഫുഡ് ഫാക്ടറിയുടെ ഇനോഗ്രേഷൻ പ്രോഗ്രാമിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. പാലാ മുണ്ടുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റീലിന്റെ ക്യാമ്പസിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ പാലാ സാന്തോം ഫുഡ് ഫാക്ടറിയും സ്ഥിതി ചെയ്യുന്നത്. ജൂലൈ 14 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 കേട്ടോ നമ്മുടെ ഇനോഗ്രേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇനോഗ്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകട്ടെ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്ന് കാണിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സാന്തോം ഫുഡ് ഫാക്ടറിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാം. ഇതിനോടകം 400-ലധികം കർഷകർ അംഗങ്ങളായിട്ടുള്ള ഈ കമ്പനിയെ നയിക്കുന്നത് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് കിഴക്കൻ അച്ഛനോടൊപ്പം സഹ ഡയറക്ടർമാരായ കർഷക സമൂഹങ്ങളും അതുകൊണ്ട് ആ ഉദ്ഘാടന പരിപാടിയുടെ വിശിഷ്ട അടക്കം ഇവിടെ സംസാരിച്ച എല്ലാ കർഷകർക്കും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ.
സ്വീകരണം. കേരളത്തിന്റെ പ്രിയപ്പെട്ട മന്ത്രിമാർ നമുക്കറിയാം, കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ പുണ്യം കാർഷിക മനസ്സുള്ള പരിസ്ഥിതി വികാരങ്ങളെ സ്വന്തം ഹൃദയത്തോട് കലർത്തി വെച്ചിരിക്കുന്ന പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ആണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിന്റെ പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സാറ് നമ്മുടെ ഇവിടെ ആദ്യമല്ല വരുന്നത്. ഇതിനു മുമ്പും ഇവിടെ ഭാരതീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം വന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ഏറ്റവും ബഹുമാനപ്പെട്ട എൻ വാസവൻ സാറാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴെല്ലാം അദ്ദേഹത്തെ സമീപിച്ചപ്പോഴും അപ്പോഴൊക്കെ വലിയ സ്നേഹത്തോടെ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന പ്രഗത്ഭനായ മന്ത്രി, ഇദ്ദേഹത്തിന്റെ വലിയൊരു ഉത്സാഹത്തിന്റെ ഭാഗമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ. നമുക്ക് പ്രിയങ്കരനായ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സാർ ഉടനീളമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. വലിയ സന്തോഷത്തോടെ നമ്മുടെ MBA ജോസ് കെ മാണി അവരുടെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ദേശത്തിന്റെ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് അവരുകളാണ്. നല്ല വ്യക്തിത്വം, നല്ലവനായ മനുഷ്യൻ, പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിക്കും നമുക്കെല്ലാവർക്കും എപ്പോഴും സമീപസ്ഥനായ മനുഷ്യൻ. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ആദരണീയനായ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി BN വാസവൻ സാറെ, ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സാറെ, നമ്മളുടെ ഈ പ്രോജക്റ്റിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന monsignor വെത്താനം, പ്രിയപ്പെട്ട തോമസ് ഇടക്കേലച്ച, അച്ഛൻ്റെ സഹപ്രവർത്തകരായ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട ജോസ് കെ മാണി MP, ഇത്രയും ഏക്കർ സ്ഥലം നമുക്ക് രൂപതയുടെ ഏറ്റവും വലിയൊരു അസറ്റും ഇത് തന്നെയാണ്. ഇവിടെ നമ്മൾ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹൈടെക് ഫുഡ് ഫാക്ടറിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ പൗഡറിങ്, പൾപ്പിങ്, ഡ്രൈയിങ് തുടങ്ങിയ സംവിധാനങ്ങൾ എല്ലാം ഉണ്ട്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ വലിയ പിന്തുണയുണ്ട്, കൃഷി വകുപ്പിൻ്റെ വലിയ സഹായമുണ്ട്, നബാഡിൻ്റെ സഹായമുണ്ട്. നമ്മളുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പലതവണ പാലായിൽ വരികയും നമ്മളോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളയാളാണ്. നമുക്ക് ഇതുപോലൊരു ഫാക്ടറി തുടങ്ങാനായിട്ട് സാധിച്ചതിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. യൂറോപ്പിലൊക്കെ വലിയ ഡിമാൻഡുള്ള സാധനങ്ങളാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ ചില ഉൽപ്പന്നങ്ങൾ, ഉദാഹരണമായിട്ട് കാപ്പിക്കുരു, യൂറോപ്പിൽ വലിയ ഡിമാൻഡുള്ള കാര്യമല്ല. അവിടെ ബ്രസീലിലെ തോട്ടങ്ങളിൽ നിന്നുള്ള അറബിക് കാപ്പിക്കാണ് കൂടുതൽ ഡിമാൻഡ്. അവിടെ നിന്ന് നേരിട്ട് കാപ്പിക്കുരി യൂറോപ്പിൽ ഇറക്കി അവിടെ പ്രോസസ്സിങ് നടത്തുകയാണ്. നമ്മുടെ നാട്ടിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന, ഉദാഹരണമായിട്ട് കൊക്കോ, കുടുപുഴ ഉണ്ട്. നമ്മളുടെ മത്സ്യങ്ങൾ നമ്മുടെ ഈ അടുത്ത സമീപത്ത് തന്നെ വേണങ്ങാനും ഗിരിങ്ങാനും എല്ലാം സ്ഥലത്തുണ്ട്.
യൂറോപ്പിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ധാരാളം ഭക്ഷ്യവിഭവങ്ങൾ ഇവിടെ നിന്ന് എത്താറുണ്ട്. അവരിവിടെ ഒരു കളക്ഷൻ ഫോട്ടോകൾ എടുക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയാണ് അത്തരം സാധനങ്ങൾ ഇവിടെയുള്ളത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആയിട്ട് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ എത്തുന്നത് എന്നറിയാനായിട്ട് യൂറോപ്പിൽ പലയിടത്തും റെഡി ടു ഈറ്റ് എന്ന ഹെഡിങ്ങിൽ പലതരം കറികളും മറ്റുൽപ്പന്നങ്ങളുമുണ്ട്. അതെല്ലാം തായ്ലൻഡിൽ നിന്ന് അവിടെ ഇറക്കുമതി ചെയ്യുന്നതാണ്. റെഡി ടു വർക്ക് ആണെങ്കിൽ റെഡി ടു ഈറ്റ് എന്നുള്ളത് നമുക്കും വളരെ വേഗത്തിൽ എത്തിപ്പിടിക്കാവുന്ന ഒരു കാര്യമാണ്. കർഷകര് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അവര് വിയർപ്പൊടുക്കുന്നത് കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അത് സ്വജീവിതത്തിൻ്റെ വിശുദ്ധിക്കും സമൂഹത്തിൻ്റെ നിർമ്മിതിക്കും വേണ്ടിയാണ്. നമ്മളുടെ ഈ സമൂഹത്തെ ഇതുപോലെ ആരോഗ്യമുള്ളതാക്കി തീർക്കുന്നത് നമ്മളുടെ കർഷകരാണ്. കുടുംബത്തിന് കാഹളമോദിയ അഭിവന്ധ്യ പിതാവിന് ആദരപൂർവ്വം നമുക്ക് നന്ദി അർപ്പിക്കാം. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുവാനായി കേരളമേറെ ആദരവോടെ നോക്കിക്കാണുന്ന അക്ഷരനഗരി സ്ഫുടം ചെയ്തെടുത്ത കോട്ടയത്തിന്റെ പ്രിയങ്കരനായ ജനനായകൻ, കേരളത്തിന്റെ വിവിധ വകുപ്പുകളുടെ സഹകരണ, തുറമുഖ, ദേവസ്വം വകുപ്പുകളുടെ മന്ത്രി ശ്രീ BN വാസവൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന അഭ്യുന്നതനായ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങൽ, അത്യന്തം അഭിമാനകരവും അതിലേറെ ആഹ്ലാദകരവുമായ ഒരു ചടങ്ങ്. കാർഷിക രംഗം മഹത്തായ ഒരു സംസ്കാരം. വള്ളത്തോൾ കർഷകൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിത ഇങ്ങനെ തുടങ്ങുന്നു: സ്നേഹിത കർഷക മിഥ്യാപരിഷ്കാര മോഹിതർക്കങ്ങൊരു മോശക്കാരൻ, എന്നാൽ ഭവാനോടെ നിശബ്ദ യത്നത്തിൽ നിന്നാണ് ഈ യന്ത്രത്തിൻ ഘോഷമെല്ലാം. തീരാനിൻ തൂവിയർപ്പിറ്റു വീടായി വൈരക്കല്ലുണ്ടോ വീളങ്ങിയിടുന്നു. എത്ര മനോഹരമാണ് വള്ളത്തോളിൻ്റെ കർഷകൻ എന്ന് പറയുന്ന ആ കാവ്യഭാവന. ആ കൃഷിക്കാരൻ്റെ വിയർപ്പിറ്റിട്ട് വീണെങ്കിൽ ഒരു വൈരക്കല്ലും വളങ്ങിയെന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അപ്പോൾ മഹത്തായ കാർഷിക സംസ്കാരത്തെ ഊട്ടി വളർത്താനും ആ കൃഷിക്കാർക്ക് ഉത്തേജനം പകർന്നുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും ഭാവനാസമ്പന്നമായ ഒരു പദ്ധതിക്കാണ് യഥാർത്ഥത്തിൽ പാലാ രൂപത നേതൃത്വം കൊടുത്തത്. പാലാ സാന്തോ ഫുഡ് ഫാക്ടറിയുടെ ഉദ്ഘാടനം വഴി ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്ന ചരിത്ര നിമിഷങ്ങൾക്കാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. ഈ മഹാഭാരതം ഏതാണ്ട് 80% കൃഷിയും കർഷക തൊഴിലാളികളും ഏർപ്പെടുന്ന രാജ്യമാണ്. സ്വാഭാവികമായി നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയുടെ പുരോഗതി അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് അർത്ഥപൂർണമായ അവസ്ഥയിൽ രാജ്യത്ത് സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലെല്ലാം നമുക്ക് വിപുലവും വിശാലവുമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക. കാർഷിക മേഖലയിലെ ഏത് മുന്നേറ്റവും നമ്മുടെ നാടിൻ്റെ വ്യവസായ വിപ്ലവത്തിന് അടിത്തറവാകും. വ്യവസായ വിപ്ലവത്തിന് അടിത്തറവാകിയാൽ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടാൻ കഴിയും. ഇങ്ങനെയാണ് മുന്നേറ്റങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പരസ്പരം ബന്ധപ്പെട്ടു വരുന്നത്. കാർഷിക മേഖലയിൽ നിന്നാണ് എല്ലാ റോ മെറ്റീരിയലും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഫാക്ടറിയിൽ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന രൂപത്തിലേക്ക്, കൃഷിക്കാരുടെ റോ മെറ്റീരിയൽ സംഭരിച്ചും സംസ്കരിച്ചും വിപണനം നടത്തുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഫാക്ടറി വരുന്നത് പോലെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സജ്ജമാക്കുന്ന രൂപത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന പ്രോഡക്റ്റുകൾ അത് സംസ്കരിച്ച് മറ്റ് പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ കഴിയുന്ന പ്രകൃതിക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് വെജിറ്റബിൾ കട്ടറായിരുന്നാലും, അതേപോലെ തന്നെ വെജിറ്റബിൾ വാഷറായിരുന്നാലും, റൈസ് വാഷറായിരുന്നാലും, ഇവിടെ പിതാവ് സൂചിപ്പിച്ച മറ്റ് യന്ത്രങ്ങളെല്ലാമായിരുന്നാലും നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിലെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വിവിധ ഉൽപ്പന്നങ്ങളാക്കി വിദേശത്തും സ്വദേശത്തും വിപണനം നടത്താൻ കഴിയുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ഞങ്ങളിപ്പോൾ ഇതിൽ പ്രധാനമായി 2-3 കാര്യങ്ങൾ കൂടി ഗൗരവപൂർവ്വം നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്തു പോകുന്നത് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയം കൂടി അവതരിപ്പിക്കുകയാണ്. ഒന്ന്, കൃഷി വകുപ്പും സഹകരണ വകുപ്പും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ഞങ്ങൾ നീക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രവർത്തനങ്ങൾ. അതിലൊന്ന്, നബാർഡ് ഇപ്പോൾ നമുക്ക് 2 കോടി രൂപ 7 വർഷക്കാലത്തേക്ക് 1% പലിശ നിരക്കിൽ, 4% വരുന്നത്,
അതിൽ സംസ്ഥാന ഗവൺമെന്റ് 3% പലിശ സബ്സിഡി തരുമ്പോൾ 1% പലിശയായി കേരള ബാങ്ക് മുഖാന്തരം നമുക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഇപ്പോൾ വായ്പ നൽകും. അതുപോലെ തന്നെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് നൽകും. ആ നൽകുന്ന ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തിയാൽ, പ്രധാനമായും നബാർഡിന്റെ ചെയർമാനുമായി ഞാൻ കഴിഞ്ഞ മാസം ബോംബെയിൽ പോയി സംസാരിച്ചിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ച കാര്യങ്ങൾ കഴിയുന്നത്ര കേരളത്തിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിരവധി സംഘങ്ങൾ പ്രപ്പോസൽ തന്നിട്ടുണ്ട്. 120 സംഘങ്ങൾ പ്രപ്പോസൽ കൊടുത്തിരുന്നു കേരളത്തിൽ. അതിൽ പ്രധാനമായി ഗോഡൌൺ നിർമ്മിക്കുക. ഇപ്പോൾ 2 കോടി രൂപ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശീതീകരിച്ച ഗോഡൌൺ നിർമ്മിക്കാം. ഇതവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ ഈ ഫുഡ് പ്രോഡക്റ്റിനോടനുബന്ധിച്ച് നമ്മൾ അനുബന്ധമായി ശീതീകരിച്ച നമുക്ക് നല്ല രൂപത്തിലുള്ള സ്റ്റോർ കപ്പാസിറ്റി ഉള്ള വലിയ ഗോഡൌൺ ഉണ്ടാവുന്നത് ദേശത്തിൻ്റെയും നീക്കങ്ങളാണ്. ഇതിന് ഉത്തേജനം നൽകിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പാലായിൽ നമ്മളിപ്പോൾ തുടങ്ങി വെച്ച പാലാ സാമ്പിൾ ഫുഡ് ഫാക്ടറി ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് കുറെ കൂടി വിപുലീകരിച്ച് ഇനിയും നിരവധി ഉൽപ്പന്നങ്ങൾ ഈ ഫാക്ടറിയിൽ നമുക്ക് ഏറ്റവും നല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നമുക്ക് സ്വദേശത്തും വിദേശത്തും വിപണനം നടത്താൻ കഴിയുന്ന സാധ്യതകൾ ഉള്ള സാഹചര്യങ്ങളാണ് ഇവിടെ വിതരണം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് കൃഷി വകുപ്പിന്റെ ആദ്യത്തെ യൂണിറ്റ് തന്നെ ഇവിടെ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ആ കാര്യത്തിൽ നല്ലൊരു സ്റ്റെപ്പ് സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായ അഭിനന്ദനം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് നമ്മോട് താല്പര്യം കാണിച്ചത്. അപ്പോൾ ആ നിലയിൽ എല്ലാ നിലയിലും നമുക്ക് കൃഷി വകുപ്പും അതുപോലെ സഹകരണ മേഖലയുമായി സംയുക്തമായി ഇത്തരം കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടി ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. നമുക്കൊരു പുതിയ സാധ്യത കൂടെ വരുന്നുണ്ട്. ആ സാധ്യത മറ്റൊന്നുമല്ല, ഞാൻ ഈ കോട്ടയം പോർട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി. ആദ്യം ഞാൻ ഈ പോർട്ടിനെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞപ്പോൾ നമ്മുടെ പല MLA മാരും മോൻസ് ഉൾപ്പെടെ അന്ന് ചിരിച്ചു. അന്ന് ഞാൻ കോട്ടയം MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ കടലില്ലാത്തവർക്ക് പോർട്ട് വരുന്നത്. പക്ഷെ പോർട്ട് വന്നു. ആ പോർട്ട് ഇപ്പോൾ ബ്രേക്ക്വെൻ പോയിന്റിലായി. ഇപ്പോൾ ഒരു പുതിയ സാധ്യത ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്കിൻ്റെ വകുപ്പ് കൈ കിട്ടിയപ്പോൾ ഇതുവരെ വ്യവസായ വകുപ്പിന്റെ കീഴിൽ 51% സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്, 49% കിൻഫ്രയുടെയും ഷെയറായിട്ടായിരുന്നു പോയിരുന്നത്. മാറി ഇപ്പോൾ ഞാൻ തുറമുഖ വകുപ്പിലേക്ക് ആ തുറമുഖം ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയെ ചർച്ച ചെയ്തൊരു ധാരണയാക്കി. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞവുമായി ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ വിഴിഞ്ഞത്തിപ്പോൾ മിനിങ്ങാന്ന് വരെ വന്ന ഷിപ്പ് എടുക്കുമ്പോൾ 392 ഷിപ്പുകൾ ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞത്ത് വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഏതാണ്ട് 8,30,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇത് ലോകത്തിലെ ഒരു റെക്കോർഡാണ്. ഒരു വർഷം കൊണ്ട്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ആദ്യത്തെ ഷിപ്പ് അവിടെ വരുമ്പോൾ ഞാൻ ഫ്ലൈ ഓഫ് ചെയ്ത് തന്നെ സ്വീകരിച്ചത്. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് 392 ഷിപ്പുകൾ വന്ന് 8,30,000 കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 തുറമുഖമായി നമ്മുടെ തുറമുഖം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രകൃതിദത്തമായ 2 സൗകര്യമുണ്ട്. ഒന്ന് 20 മീറ്റർ ആഴമുണ്ട്. 2 എൻ്റെ അടിപ്പാറയാണ്. മറ്റെല്ലാ ലോകത്തിലെ തുറമുഖങ്ങൾക്കും ഈ ആഴമില്ല. അതുകൊണ്ടാണ് MSCയുടെ ഏറ്റവും കൂറ്റൻ കപ്പലായിട്ടുള്ള ഐറീനയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവരുടെ ടർക്കിയും ഒക്കെ ഇവിടെ വന്നു. 399 മീറ്റർ നീളവും ഏതാണ്ട് 62.4 മീറ്റർ വീതിയുമുള്ള ആ ഷിപ്പ് വന്നിട്ടും യാതൊരു കുഴപ്പവും കൂടാതെ പോയി കഴിഞ്ഞിരിക്കുന്നു. 23 ഷിപ്പുകളാണ് തരത്തിൽ വന്നു കഴിഞ്ഞ MSCയുടെ കൂറ്റൻ. അപ്പോൾ ലോകത്തിന്റെ ഒരുപക്ഷെ ദുബായിലോ കൊളംബോയിലോ പോകാത്ത ഷിപ്പ് ഇവിടെ വന്നു തുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാവിയിൽ കാർഷിക മേഖലയ്ക്ക്, വ്യവസായ മേഖലയ്ക്ക്, തൊഴിൽ മേഖലയ്ക്ക്, സാമ്പത്തിക രംഗത്ത് എല്ലാം വലിയ പുരോഗതി ഉറപ്പാക്കുന്ന ആ ഷിപ്പും ആ തുറമുഖവും ഇപ്പോൾ ഇതിന്റെ 2nd ഫേസ്, 3rd ഫേസ്, 4th ഫേസ് ഇവിടെ ഞങ്ങൾ 28-ൽ തീർക്കാനാണ് ഇപ്പോൾ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. അത് ആഗസ്റ്റിൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ അവരുമായി സംസാരിച്ചിട്ടുള്ളത്, അപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് കോട്ടയം തുറമുഖത്തേക്ക് കൂടി ചരക്കിറക്കി വെള്ളാർപാടത്തിന് പോകുന്ന കൂട്ടത്തിൽ നമുക്ക് ചരക്ക് ഗതാഗതം കോട്ടയംകാരുടെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള സൗകര്യം കൂടി ഭാവിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കൂടി വരുമ്പോൾ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും എക്സ്പോർട്ട് കൊടുക്കാനുള്ള സൗകര്യം കൂടി ഇല്ലെങ്കിൽ പോകില്ല. അതുകൊണ്ട് ഈ തുറമുഖം നമ്മുടെ നാടിനും സഹായിക്കുന്ന സാഹചര്യം സംജാതമാക്കുന്നു എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ മനോഹരമായ രൂപത്തിൽ ഈ ഫാക്ടറി വിഭാവനം ചെയ്ത് ഈ നാട്ടിലെ കൃഷിക്കാരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവരെ നെഞ്ചോട് ചേർക്കുന്ന പാലാരൂപതയുടെ ഈ വലിയ രൂപത്തിലുള്ള കാഴ്ചപ്പാടോടു കൂടിയ ഭാവനാസമ്പന്നമായ ദീർഘവീക്ഷണത്തോടു കൂടിയ ഈ പദ്ധതി നിങ്ങളുടെ എല്ലാ തരത്തിൽ അതിൻ്റെ താല്പര്യമനുസരിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന അത്തരത്തിലുള്ള വലിയ ഒരു സങ്കേതമാണ്. അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ എല്ലാവർക്കും നാടിനാകെ അഭിമാനിക്കാനുള്ള വക ഈ പ്രവർത്തനം വഴി ഉണ്ടാകുന്നു. ആ നിലയിലേക്കുള്ള ഈ വലിയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്ന കൃഷിക്കാരെയും പൗരപ്രമുഖന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും
വിശിഷ്ടാതികളെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാം സാക്ഷി നിർത്തി ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നെഞ്ചോട് ചേർത്ത് വെച്ച് കാർഷിക കേരളത്തിന്റെ കുതിപ്പിന്റെ പുതിയ വേഗം തീർത്ത കേരളത്തിന്റെ പ്രിയ ബഹുമാന്യനായ കർഷക വകുപ്പ് മന്ത്രി, പരിസ്ഥിതിയെ പ്രകൃതിയെ ഏറെ സ്നേഹിക്കുന്ന നിറഞ്ഞ ഒരു കർഷക മനസ്സിന്റെ ഉടമ, സ്നേഹ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവറുകളെ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ഔപചാരികമായ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറയുന്നത്. പക്ഷേ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കാണ്. ഒരുവനായിട്ട് വയലിൽ വിത്ത് വിതയ്ക്കാൻ തുല്യമാണ് ദൈവരാജ്യം എന്ന് സത്യവേദ പുസ്തകം നമ്മളോട് പറയുന്നില്ല. അപ്പോൾ അതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പം വിശുദ്ധ തോമാസ് ലീഹ തന്നെ സ്ഥാപിച്ച 7 പള്ളികൾ ഒന്ന് ഞങ്ങളുടെ നാട്ടിലാണ്, ചേർത്തല ആണ് ഒന്ന്. അതുകൊണ്ട് തന്നെ തോന്നി മോൻസൊക്കെ അവിടെ വന്ന് കല്യാണം കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അതിനൊരു പ്രത്യേകത ഉണ്ട് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൽ ആരുമായിട്ടാണ് ഇവരെല്ലാം ആദ്യം സംവദിച്ചത്, ആരുമായിട്ടാണ് ബന്ധപ്പെട്ടത്, ഏത് ജനവിഭാഗവുമായിട്ടാണ് സംവദിച്ചത്, ഏത് ജനവിഭാഗത്തിനിടയിലേക്ക് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഈ കർഷക ജനതയുമായിട്ടാണ് ഇവരെല്ലാം സംബന്ധിച്ചത്. 52 വന്ന് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും പ്രമുഖമായി കണ്ടത്, സംബന്ധിച്ചത്, അതിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉപമകളെല്ലാം, ഈ വിത്തിൻ്റെ കാര്യത്തിലും എല്ലാം ഉള്ള ഉപമകൾ ഒരു ജനതയുടെ ഹൃദയങ്ങളിലേക്ക് വന്നത് ഈ കർഷക സമൂഹത്തോടാണ്. ഇതെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സാന്തോമിൻ്റെ കാര്യത്തിൽ സാന്തോം FPOയെ ഞങ്ങൾ ആ അർത്ഥത്തിൽ സഹായിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് 60 ലക്ഷം രൂപ സാന്തോം FPOയ്ക്ക് സ്റ്റേറ്റ് ഫാമിംഗ് ബിസിനസ് കൺസോർഷ്യത്തിൻ്റെ SFACയുടെ മുൻകൈയിൽ തന്നെ 60 ലക്ഷം രൂപ അനുവദിക്കുന്നതിലേക്ക് എത്തി. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ അത്തരമൊരു സഹായം പാലാ സാന്തോം FPOയ്ക്ക് കൃഷി വകുപ്പിൻ്റെ മുൻകൈ നൽകിയുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 17,66,000 രൂപ ഇപ്പോൾ ഈ പാക്കേഴ്സ് കൂടി ആകുമ്പോൾ അതിന് ഇതെല്ലാം ഈ ഒരു എന്താ പറയുക, നമ്മൾ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ രൂപത്തിലാണ്. ആദ്യം പോയി നിങ്ങൾ ചികിത്സിച്ചു, പിന്നെ നമ്മൾ ബില്ല് ഹാജരാക്കുമ്പോൾ ഞങ്ങൾ നൽകും എന്ന് പറയുന്നത് നമ്മളൊരു കൃത്യതയോടുകൂടിയാണ് നടക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് 25 ലക്ഷത്തിൻ്റെ പാക്കേഴ്സ് പൂർത്തിയായിരിക്കുന്നു. 25 ലക്ഷം രൂപ ഞങ്ങൾ അനുവദിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 17.34 ലക്ഷം രൂപയുണ്ട്. അതും ആ ഘട്ടത്തിലെ പണി പൂർത്തിയാകുമ്പോഴേക്കും വരും. അങ്ങനെ പാലാ FPOയ്ക്ക് 60 ലക്ഷം രൂപ ആ ഇനത്തിൽ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അവിടെ കൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളൊരു നഴ്സറി, സ്വകാര്യ മേഖലയിലെ നഴ്സറിയുടെ കാര്യത്തിനകത്ത് ഞങ്ങൾ പാലാ സാന്തോമിൽ ഞങ്ങൾ പരിഗണിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 7.5 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പം പുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2025 10 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് സാധ്യമാകുന്ന തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെ വാസവ മിനിസ്റ്ററും പറഞ്ഞു,
ഇതിന് വിപണനം ഒരു പ്രധാനപ്പെട്ട ആളാണ്. ഇതെല്ലാം ഏറ്റവും നല്ലതുണ്ടാക്കിയാലും വലിയ പരസ്യങ്ങളോടുകൂടി മറ്റുള്ളവരെല്ലാം നിൽക്കുന്നിടത്ത് നമുക്ക് അത്രയും വലിയ പരസ്യമൊന്നും പറയാൻ പ്രയാസമെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വന്നാൽ ആ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പൊതു ബ്രാൻഡ് നെയിം കൊടുക്കണം. അങ്ങനെ കേരള ഗ്രോ എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി. ഇത് ഇന്ത്യയിൽ വേറെ എങ്ങും നമ്മൾ കണ്ട ഒരു മാതൃകയില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന കൃഷി വകുപ്പ് കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പൊതു ബ്രാൻഡ് നെയിം. അതങ്ങനെ ശിവാൻസിത്തോടൊക്കെ നല്ലൂടെ വക്കീൽമാരാണ്. ഞങ്ങളൊന്നും ഞാൻ വാസചന്ദ്രനൊന്നും ആ രംഗത്തുള്ള അക്ഷരമല്ല, മോശത്തെ വക്കീലന്മാരാണ് ഇവരെല്ലാം. മനസ്സാറുണ്ടല്ലോ അത് ഇല്ലേ? ഒരു വർഷം ശരി. അപ്പോൾ ബാക്കിಯವರೆല്ലാം സഭാശയങ്ങളെങ്കിൽ കഴിഞ്ഞ MLA-മാരാണ് പ്രശ്നം നോക്കുന്നതേ ഉള്ളൂ. ഞങ്ങളെപ്പോലുള്ള ഞാനും വാസചന്ദ്രനെ പോലുള്ള കുറച്ച് ആൾക്കാരുള്ള എല്ലാവരും ഉള്ളത്. എനിക്കൊന്നും പിന്നെ മനസ്സിലാക്കാനും ഇല്ല. ബാക്കി അപ്പോൾ ഇവർക്കൊക്കെ അറിയാം ഇങ്ങനൊരു ബ്രാൻഡ് നെയിമിലേക്ക് എത്തണമെങ്കിൽ ബൗദ്ധിക സ്വത്തവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിന് രജിസ്ട്രേഷൻ ആവശ്യമാണ്. അപ്പോൾ IPR ആക്ട് അനുസരിച്ചിട്ടാണ് ബൗദ്ധിക സ്വത്തവകാശ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് കേരള ഗ്രോ എന്നുള്ള ബ്രാൻഡ്. 1000-ലധികം ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡ് നെയിമിൽ കേരളത്തിൽ പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വരെ കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ എത്തി. അവിടെ കൊണ്ടും അത് മാത്രം കൊണ്ട് കഥയില്ല. ഈ അങ്ങോട്ടേക്കൊക്കെ പോയപ്പോഴേക്കും പൈസ ഇച്ചിരി നല്ലോണം കൂടുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ നമുക്ക് നാട്ടിൽ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം നാട്ടിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവണം. വാസചേട്ടൻ പറഞ്ഞതുപോലെ നല്ല ശീതീകരിച്ച ഇടങ്ങളിലൊക്കെ വലിയ ആൾക്കാരൊക്കെ ഒന്ന് കയറി കൊള്ളാം എന്ന് വിചാരിച്ച് ഒന്ന് കയറി എടുക്കുകയുള്ളൂ. അല്ല നമ്മൾ കേരള ഗ്രോയാണ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞാലും ഒന്നും ചിലപ്പം ഒന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഷോറൂമുകൾ ഉണ്ടാവണം. കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന ഷോറൂമുകൾ വേണമെന്ന് ആലോചിച്ചു. ഇതൊക്കെ ആഗ്രഹങ്ങൾ ഇച്ചിരി കടന്നു കഴിയാണല്ലോ എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എങ്കിലും കർഷകന്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും നന്നായി നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് ഇപ്പോൾ ഡ്രോൺ കുമരകത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് വാസചേട്ടനുള്ളതാണ്. ഞങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് വിതയ്ക്കാൻ ചെയ്തു. ഇതുവരെ ഞങ്ങളൊക്കെ എൻ്റെ നാട്ടിലാണെങ്കിൽ ഈ 3 വിരൽ അതിനിടയിൽ 2 ഇടയ്ക്കൂടെ കൃത്യമായി എന്തുകൊണ്ട് വീഴുന്ന ഞങ്ങളൊക്കെ വളരെ ചെറുപ്രായത്തിലാണ് ഈ വിതക്കുന്ന ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനെ വിതച്ചുകൊണ്ടിരുന്നതല്ല. അപ്പോൾ ഇതൊക്കെ പണ്ടേ കർഷകൻ ചെയ്യുന്ന ഒന്നാണ്. നട്ടു വരുന്ന അതിനേക്കാൾ രസമല്ലേ, കുഴിഞ്ഞു നിന്നാണ് നടുന്നതല്ല. നടുമ്പോൾ മുമ്പോട്ടും നോക്കുന്നില്ല, പുറകോട്ടും നോക്കുന്നില്ല, ഒറ്റ ലെവൽ നട്ടു വരികയാണ്. ഞാറ് നട്ട് കഴിഞ്ഞാൽ നോക്കി വരിയായി നിൽക്കും. നൂല് പിടിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു വ്യത്യാസം കാണാൻ പറ്റുകയില്ല. ഈ കർഷക തൊഴിലാളി അതിനിടയ്ക്ക് എല്ലാ കാര്യങ്ങളും പറയും. കല്യാണത്തിന് പോയ കാര്യം പറയും, മരണവീട്ടിൽ പോയ കാര്യം പറയും, ആരുടെയെങ്കിലും പ്രസവത്തിൻ്റെ കാര്യം പറയും. മൊത്തം വർത്തമാനം പറഞ്ഞാണ് ഈ പാവപ്പെട്ട കർഷക തൊഴിലാളി മൊത്തം ചെയ്ത് വെക്കുന്നതല്ല. അപ്പോൾ നമുക്ക് പണിക്ക് ആളിനെ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമെല്ലാം ഉണ്ട്. ഇതെങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും? ഞാറ് നടുന്നതിന് യന്ത്രങ്ങളായി കഴിഞ്ഞു. വിതയ്ക്കുന്നതിനോ ഞങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് നോക്കി. ഡ്രോൺ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എന്നോട് പറഞ്ഞു, സാർ നമുക്ക് 50% വിത്ത് വേണ്ടി വന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ അത്രയും പറയാൻ പറ്റില്ല. കഴിഞ്ഞാൽ 60% നമുക്ക് തീരുമാനിക്കാം. ഇനി നാളെ ആരെങ്കിലും പോയിട്ട് പറഞ്ഞു 55,000 ഇത് വേണ്ട, 60%. അപ്പോഴും 40% ലാഭമാണ്. 100 രൂപയുടെ വിത്ത് വാങ്ങിക്കേണ്ട അടുത്ത് നമുക്ക് 60 രൂപയുടെ വിത്ത് വാങ്ങിച്ചാൽ മതി. ഇനി വിത്ത് വിതയ്ക്കാൻ ഡ്രോൺ ഉപയോഗിച്ച് നടത്തുന്നത് കൊണ്ട് തീരുന്നില്ല. വിളവെടുത്തപ്പോൾ എന്താണെങ്കിലും വിളവ് കിട്ടിയെന്നാണല്ലോ നോക്കേണ്ടത്. ഇതുകൊണ്ട് ഗുണമുണ്ടായെന്നുള്ളതാണ്. സാധാരണയിൽ കൂടുതലായ വിളവ് കിട്ടിയെന്നാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സർവകലാശാല ചെയ്തതിനു ശേഷം വാസചേട്ടൻ്റെ മണ്ഡലത്തിലാണ് ചെയ്തത്. ഇതൊക്കെ ആധുനിക രീതികളാണ്. ഈ രീതികളെല്ലാം പ്രസിഡന്റ് ഫാമിംഗ് ആയാലും അതേപോലെ തന്നെ വരുന്ന ഹൈഡ്രോപോണിക്സ് വെള്ളത്തിലൂടെ മാത്രമായിരുന്നു. ഇപ്പോൾ എയറോപോണിക്സിലേക്ക് കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ആധുനിക കൃഷി രീതികൾ പകർത്തുന്ന സ്മാർട്ട് ഫാമിങ്ങിലേക്കാണ് നമ്മുടെ കേരളം നീങ്ങേണ്ടത്. ആ സ്മാർട്ട് ഫാമിങ്ങിലേക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യ, യന്ത്രങ്ങൾ, അതിൻ്റെ സഹായത്തോടുകൂടിയുള്ള കൃഷി, അത് കൃഷിയുടെ ചെലവിനെ കുറയ്ക്കാനാണ്, അതിനനുസരിച്ചുള്ള രീതികൾ സ്വീകരിക്കാനാണ്. അത്തരം രീതികൾ സ്വീകരിക്കും. വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് വിമുക്തി നേടുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യന്ത്രങ്ങളുടെ സഹായം. ഞാൻ നാഷണൽ അക്കാഡമി ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് നാം എന്നത്. ഞാൻ ഹൈദരാബാദിൽ അവിടെ പോയിട്ട് അവരുമായി നടത്തി. അവർ കുറേ ഡിവൈസുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ശബ്ദങ്ങളൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടി വന്യമൃഗങ്ങളുടെ വരവ് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിയിട്ട് അവയെ ഓടിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് കൂടി ആ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇതൊരു കൃഷി വകുപ്പിൻ്റെ ഒരു അജണ്ടയിലുള്ള ഭാഗമല്ലേ, കാരണം വനം വകുപ്പാണ് അതിൽ ഇടപെടുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏതാണ്ട് 50 ലക്ഷത്തോളം 50 കോടിയോളം രൂപ നമ്മൾ 50 ലക്ഷം രൂപ വേണ്ടി
നീക്കിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, 50 കോടിയോളം രൂപ നീക്കിവെച്ചിട്ട് തെറ്റിപ്പോയതാണ് എനിക്ക്. 50 കോടിയോളം, 50 ലക്ഷം കൊണ്ടൊന്നും ആവില്ല, 50 കോടിയോളം രൂപ ഞങ്ങൾ ഇതിനകം തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്ത് വരുന്നതല്ല, റൂൾസ് ഓഫ് ബിസിനസ്സിലും ഞങ്ങൾക്ക് വരുന്നതല്ല, കൃഷി വകുപ്പിന് വരുന്നതല്ല. ഇത് ഞങ്ങൾ ബജറ്റിനകത്തു നിന്ന് തന്നെ പണം നീക്കി വെച്ചു. പിന്നെ RKB അടക്കമുള്ളവ സ്വീകരിച്ചു. ഞങ്ങൾ ഇനി ആലോചിക്കുന്നത് ഇത്തരം പുതിയ ഡിവൈസുകൾ കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച് കർഷകരെ സഹായിക്കാൻ വെക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫാമിങ്ങിൻ്റെ ഇടത്തേക്ക് വരുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്കൊരു സ്മാർട്ട്നെസ് ഉണ്ടാവണം. നമ്മുടെ സ്മാർട്ട്നെസ് മാത്രം നമ്മൾ നോക്കുന്നില്ല, ബാക്കിയെല്ലാം നമ്മൾ സ്മാർട്ട് ആവാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സ്മാർട്ട്നെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഭക്ഷണവുമാണ്. ആ കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കില്ല, ബാക്കിയെല്ലാം നമ്മൾ ശ്രദ്ധിക്കും, ബാക്കിയെല്ലാം സ്മാർട്ടാക്കാൻ നോക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതം കൂടി സ്മാർട്ടായില്ലെങ്കിൽ ഈ പറയുന്നത് കൊണ്ട് വലിയ അർത്ഥമില്ല എന്ന് വരികയാണ്. അതുതന്നെയാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ. അതാണ് പിതാവും പറഞ്ഞ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ ഉപയോഗം, വിപണനം. അത് പാലാ സാന്തോം നല്ലവണ്ണം ആ കാര്യം ചെയ്യും. ഒരിക്കൽ കൂടി പാലാ സാന്തോമിനെ, അതിൻ്റെ മുന്നണിയിലും പിന്നണിയിലും നിന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും, മുഴുവൻ കർഷക സുഹൃത്തുക്കളെയും ഹൃദയം നിറഞ്ഞ് അഭിവാദ്യം ചെയ്തുകൊണ്ട് സാധ്യമാവും സഹായങ്ങൾ ഇനിയും സംസ്ഥാന കൃഷി വകുപ്പിൽ നിന്നുണ്ടാവുക തന്നെ ചെയ്യും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രിമാർ രണ്ടുപേരും ഉജ്ജ്വലമായി ആശയങ്ങളുടെ സംവേദനം നടത്തി. ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശ്രദ്ധയിൽ ഇവിടുത്തെ കർഷക കൂട്ടായ്മകൾക്ക് വേണ്ടി ഒരു ആവശ്യപ്പെടുത്തിക്കോട്ടെ. മറ്റൊന്നുമല്ല, വാസവൻ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കർഷക കൂട്ടായ്മകൾക്ക് നബാർഡിൽ നിന്നും കേരള ബാങ്കിലൂടെയൊക്കെ 1% പലിശയ്ക്ക് വായ്പ കിട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അത് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട കർഷക കമ്പനികൾക്കാണ് നിലവിൽ ലഭിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും അഭിവൃദ്ധി പിതാവിനോട് മന്ത്രി വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ നമുക്ക് വലിയ സന്തോഷത്തോടെ കരഘോഷം പൊഴിക്കാം. തീർച്ചയായും നമ്മുടെ ഒരു ആവശ്യകതയിലേക്കാണ് മന്ത്രിമാര് മനസ്സ് തുറന്നത്. നമുക്ക് ഇനിയും എന്താണ് ഇവിടെ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പദ്ധതി വിശദീകരണമാണ്. നമ്മുടെ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ചാർജ് വഹിക്കുന്ന വികാരി ജനറൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ബേത്താനത്തച്ഛനെ ആദരപൂർവ്വം ഇതിനായി ക്ഷണിക്കുന്നു. അതിനു മുൻപായി നമ്മുടെ ശില അനാച്ഛാദവും നമ്മളുടെ ഫാക്ടറിയുടെ റിബൺ കട്ടിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ വികാരി ജനറൽ അച്ഛൻ സെബാസ്റ്റ്യൻ ബേത്താനത്തച്ഛൻ പദ്ധതി വിശദീകരിക്കുന്നു. കർഷക ബാങ്ക് എന്ന പേരിൽ കർഷക ശാക്തീകരണ പദ്ധതി പ്രഖ്യാപിച്ചത് 2015 മെയ് മാസം 24-ാം തീയതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതിയുടെ ഭാഗമായി രൂപതയിലെ ഓരോ ഇടവക പള്ളികളിലും അതാത് പ്രദേശത്തെ സമാന ഹൃദയരും സമാന സാമ്പത്തിക നിലയുള്ളവരുമായിട്ടുള്ള കർഷകരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ആ കർഷക കൂട്ടായ്മകളെ സർക്കാരുമായി ബന്ധപ്പെടുത്തി വിവിധ സഹായ പദ്ധതികൾക്ക് അർഹരാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി നേതൃത്വം നൽകിയത്. ഇതിന്റെ ഭാഗമായി രൂപതയുടെ വിവിധ ഇടവകകളിൽ കാർഷിക മൂല്യവർദ്ധിത സംരംഭങ്ങൾ, ചെറുകിട യൂണിറ്റുകൾ വളർന്നു വന്നു. കാഞ്ഞിരമറ്റം, മൂഴൂർ, മാൻവട്ടം, വയല, വെള്ളിയാമറ്റം തുടങ്ങി എടുത്തു പറയാവുന്ന മൂല്യവർദ്ധിത യൂണിറ്റുകൾ ഇന്ന് ഈ നാട്ടിലെ കർഷകർക്ക്
വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. കർഷകരുടെ കൂട്ടായ്മയെ ഫാർമേഴ്സ് ക്ലബ്ബുകളാക്കി മാറ്റുകയും തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന കർഷക ഉൽപാദക സംഘടനകളുമായി രംഗത്ത് വന്നപ്പോൾ വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി കർഷക കമ്പനികൾക്ക് രൂപം കൊടുക്കുകയുണ്ടായി. രൂപതയിലെ ആദ്യത്തെ കർഷക ഉൽപാദക സംഘടന നബാർഡിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരമറ്റത്ത് അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയായി ആരംഭിച്ചു. തുടർന്ന് പാലാ കേന്ദ്രമാക്കി തന്നെ ഹരിതം എന്ന പേരിൽ മറ്റൊരു കർഷക ഉൽപാദക കമ്പനിക്കും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി രൂപം കൊടുത്തു. ഇപ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോടും അത്ഭുതത്തോടും കൂടി ആരംഭിച്ചിരിക്കുന്ന ഈ സാന്തോം ഫുഡ് ഫാക്ടറിയുടെ സാധ്യതകൾ അനന്തമാണ്. ഈ പദ്ധതിയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലൂടെ രൂപതയുടെ കാർഷിക മുന്നേറ്റ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തെ കർഷക കുടുംബങ്ങളിൽ വലിയ മാറ്റത്തിന് വഴി തുറക്കുമെന്ന് പ്രത്യാശിക്കുന്നു. നമ്മുടെ പ്രദേശത്തെ കർഷകർക്ക് തങ്ങളുടെ കൃഷിയിടങ്ങളിൽ കൂടുതൽ പ്രത്യാശയോടെ കാർഷിക വിളകളും കൃഷി പ്രവർത്തനങ്ങളും നടത്തുവാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുകയാണ്. കാർഷിക വിളകൾക്കും ഉൽപ്പന്നങ്ങൾക്കും വില തകർച്ച ഉണ്ടാകുമ്പോൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ കർഷക കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള രൂപതാ കേന്ദ്രത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് പാലായിൽ നൂതന സാങ്കേതിക വിദ്യകളും യന്ത്ര സാമഗ്രികളും വിനിയോഗിച്ചുകൊണ്ടുള്ള മൂല്യവർദ്ധിത സംരംഭം പിറവിയെടുക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ മാത്രമല്ല, നമ്മുടെ രൂപതാംഗങ്ങൾ ഉൾപ്പെടെ മലയാളികൾ ധാരാളമായിട്ടുള്ള വിദേശ രാജ്യങ്ങളിലേക്കും വിപണി ശൃംഖല വ്യാപിപ്പിച്ചുകൊണ്ട് ആരോഗ്യദായക ഭക്ഷ്യവസ്തുക്കൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സതുദ്യമത്തിന് കൂടിയാണ് ഇതോടെ തുടക്കമാകുന്നത്. നമ്മുടെ ഇടവകകൾ തോറും പ്രവർത്തിക്കുന്ന കർഷക ഉൽപാദക സംഘടനകൾ, കർഷക ദള ഫെഡറേഷനുകൾ, ഫാർമേഴ്സ് ക്ലബ്ബുകൾ, ഇൻഫാം യൂണിറ്റുകൾ, സ്വാശ്രയ സംഘങ്ങൾ തുടങ്ങിയവർ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ തനത് ബ്രാൻഡിൽ ആഭ്യന്തര വിദേശ വിപണികൾക്കിണങ്ങും വിധത്തിൽ വിപണനത്തിന് തയ്യാറാക്കാനുള്ള വേദി എന്ന നിലയിലാണ് പല സാന്തോം ഫുഡ് ഫാക്ടറി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശികമായി ലഭ്യമായ അസംസ്കൃത വസ്തുക്കളിൽ നിന്നും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നിർമ്മിക്കപ്പെടുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ പുറങ്ങളിൽ സുലഭമായിട്ടുള്ള പച്ചക്കപ്പയും പച്ചക്കറികളും ചക്കയും കൈതച്ചക്കയും ഏത്തയ്ക്ക പഴവും അടക്കമുള്ള ഭക്ഷ്യ ഫലവിഭവങ്ങളെ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനാണ് സാന്തോം ഫുഡ് ഫാക്ടറി വേദിയാകുന്നത്. കേവലം നമ്മുടെ കർഷകർക്ക് അവരുടെ വിളകളോ ഉൽപ്പന്നങ്ങളോ ഉണക്കുവാനുള്ള ഒരു യൂണിറ്റ് അല്ല, മറിച്ച് ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പുവരുത്തി വിൽക്കാനും അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുമുള്ള സാധ്യതയാണ് ഫാക്ടറി ഉറപ്പു തരുന്നത്. കർഷകർക്ക് വളരെ പ്രത്യാശയോടെ തങ്ങളുടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുവാനും ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുവാനും ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നേടിയെടുക്കുവാനും കഴിയുന്നതിലൂടെ കാർഷിക രംഗത്ത് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കാർഷിക വിളകളെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും വിപണനത്തിനായി ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നതിനും ഫാക്ടറിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ വിപണിയിലേക്ക് എത്തിക്കുന്നതിനും ശൃംഖലാ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഓൺലൈൻ മാർക്കറ്റിംഗിലൂടെയും നമ്മുടെ കർഷക കുടുംബങ്ങളിലെ മുഴുവൻ ആളുകൾക്കും കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു തൊഴിൽ സംസ്കാരത്തെ രൂപപ്പെടുത്തുവാനും പാലാ സാന്തോം ഫുഡ് ഫാക്ടറി വേദിയൊരുക്കുകയാണ്. ഫുഡ് ടെക്നോളജി, ഫുഡ് എഞ്ചിനീയറിംഗ് തുടങ്ങി വിദഗ്ധരായിട്ടുള്ളവരടക്കം നിരവധി ആളുകൾക്ക് തൊഴിലവസരങ്ങൾക്കും ഫാക്ടറി സഹായകമാകും. കർഷകർക്ക് തങ്ങളുടെ ആവശ്യത്തിൽ അധികരിച്ചുള്ള കാർഷിക വിളകൾക്കും ഉൽപ്പന്നങ്ങൾക്കും ന്യായവില നേടിയെടുക്കുവാൻ കഴിയുന്ന രീതിയിൽ സംഭരിക്കുവാനും വിപണനം സാധ്യമാക്കുവാനും അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി തങ്ങൾക്കും രാജ്യത്തിനകത്തും പുറത്തും വിപണനം ചെയ്ത് അധിക വരുമാനമുണ്ടാക്കുവാനും വഴിയൊരുക്കുന്നതാണ് പാലാ ഫുഡ് ഫാക്ടറി. കർഷകർക്ക് കൂടുതൽ ആവേശത്തോടെ തങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുവാനും കൂടുതൽ വരുമാനം നേടിയെടുക്കുവാനും കഴിയുന്നു എന്നതിനൊപ്പം വിഷം കലരാത്ത ഗുണമേന്മയുള്ള ആരോഗ്യദായകമായ
ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനും സാധിക്കുന്നു. അഭിവന്ദ്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ മനസ്സുപോലെ നമ്മുടെ രൂപതയിലെ കർഷകർ ആത്മാഭിമാന ബോധത്തോടെ തങ്ങൾ കർഷകരാണെന്ന് ഉച്ചത്തിൽ പറഞ്ഞ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാനും ആരോഗ്യകരമായ ഒരു സമൂഹ ശക്തി യാഥാർത്ഥ്യമാക്കുന്നതിനുമാണ് പാലാ സാന്തോം ഫുഡ് ഫാക്ടറിയിലൂടെ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും പാലാ രൂപതയും ലക്ഷ്യം വെക്കുന്നത്. നന്ദിയുടെ ഒരു വാക്ക്. ജാതി മത ഭേദമന്യേ ഈ ദേശത്ത് വസിക്കുന്ന കർഷക സമൂഹത്തിന് പ്രത്യാശയും ഉണർവും നൽകുന്ന ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും സഹകരണവും നൽകിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും വളരെ പ്രത്യേകിച്ച് കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സാറിനോടും ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ സാംസ്കാരിക വകുപ്പുകളുടെ മന്ത്രി ശ്രീ ബി എൻ വാസവൻ സാറിനോടും മറ്റ് ജനപ്രതിനിധികളോടും പാലാ രൂപതയുടെ നന്ദിയും കടപ്പാടും രൂപതാധ്യക്ഷൻ അഭിവന്ദ്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെയും രൂപതാ സമൂഹത്തിന്റെ പേരിൽ അറിയിക്കുന്നു. രാവുകൾ ഊണും ഉറക്കവും ഇളച്ച് കഠിനാധ്വാനത്തിലൂടെ ദീർഘവീക്ഷണത്തോടെ ഈ സ്വപ്ന പദ്ധതിക്ക് രൂപവും ഭാവവും നൽകി യാഥാർത്ഥ്യമാക്കിയ PSWS ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് കിടക്കേലച്ഛനും അസിസ്റ്റന്റുമാരായ ബഹുമാനപ്പെട്ട ജോസഫ് താഴ്ത്തുവരികയിൽ ഫ്രാൻസിസ് ഇടത്തനാൽ എന്നീ അച്ഛന്മാർക്കും മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ കാഞ്ഞിത്തുങ്കലച്ഛനും PSWS കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഈ ഫാക്ടറിയുടെ മുഖ്യ ശില്പി അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ്. അദ്ദേഹത്തിന്റെ നലം തികഞ്ഞ കർഷക മനസ്സും കർഷകരോടുള്ള സ്നേഹവുമാണ് ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും കർഷകരോടും തൊഴിലാളികളോടും ഭവനരഹിതരോടും അഭിവന്ദ്യ പിതാവിനുള്ള കരുണയും കരുതലും അളവറ്റതാണ്. പിതാവിന്റെ ഈ ദീർഘവീക്ഷണത്തിനും പാവപ്പെട്ടവരോടും കർഷകരോടും കാണിക്കുന്ന ഏറ്റവും ഹൃദ്യമായിട്ടുള്ള സമീപനത്തിനും ഏറെ ഹൃദ്യമായി നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. പാലാ രൂപതയുടെ ഹൃദയത്തുടിപ്പായ കർഷക സമൂഹത്തിനും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സമ്മാനമായി പാലാ സാന്തോം ഫാക്ടറിയെ പ്രാർത്ഥനാപൂർവം അഭിമാനത്തോടെ സമർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സ്മാരകമായി ഇന്ന് തുടക്കം കുറിക്കുന്ന പാലാ സാന്തോം ഫുഡ് ഫാക്ടറിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ സഹായമാകുന്ന ഇതുകൂടി സംരംഭങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ വിജയിപ്പിക്കേണ്ട നമ്മുടെ കൂടെ ആവശ്യമാണ്. അതിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുക, സഹകരണം നൽകുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന ആരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ. Yeah.